ഹായ് കൂട്ടുകാരെ, അപ്പോൾ കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുറത്തേക്കൊന്ന് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങടാണ് ഈ പോക്ക്, എങ്ങടാണ് ഈ ഒരുക്കങ്ങൾ എന്നൊക്കെ വിചാരിക്കും. വേറെ എവിടേക്കല്ല കേട്ടോ, ഡോക്ടറെ കാണാൻ പോവാണ്. അപ്പോൾ ഡോക്ടർ ഏതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. വേറെ ഒന്നല്ല, പല്ല് ഡോക്ടറെ കാണാൻ പോവാണ്. ഒരാഴ്ച മുന്നേ ഇവിടെ കാണണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ഞാനൊരു ചെറുപയർ സുഖിയൻ തിന്നു. അപ്പോൾ അത് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പീസ് ഇങ്ങനെ വായന്ന് ഇങ്ങനെ കഴിച്ച് നോക്കിയപ്പോൾ ഒരു പീസ് ഒരു കല്ലാന്ന് വിചാരിച്ചു. ഞാനതെടുത്ത് കളഞ്ഞു. 2 ദിവസം കഴിയുമ്പോഴേക്കും എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഫുൾ ആ പല്ലിൻ്റെ ഇടയിൽ പോകുക. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അന്ന് ആ ചെറുപയറിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് അന്നൊരു കിട്ടിയ പീസ് ആ ചെറുപയറിലെ കല്ലാന്ന് വിചാരിച്ചു. അതാവില്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു പല്ല് അവിടെ നിന്ന് പൊട്ടിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കാണാൻ ഇന്ന് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓട്ടടയ്ക്കാൻ. അപ്പോൾ പോവാനുള്ള തിരക്കാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. കുറച്ച് തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുഞ്ഞിനുണ്ടായിരുന്നു. കുഞ്ഞിന് തറവാട്ടിലിരിക്കാനാണ് പറഞ്ഞിട്ട് അവൾ എൻ്റെ കൂടെ പോകുന്നു. അവൾ എൻ്റെ കൂടെ വന്നാൽ മതിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടല്ലേ പല്ല് ഡോക്ടറെ അടുത്ത് പോയി ഓട്ട അടയ്ക്കണത്. അച്ചമ്മ എനിക്ക് അവിടെ ചെന്നപ്പോൾ മറ്റേ മിൽമയുടെ ജാക്ക് ഫ്രൂട്ടിൻ്റെ ഒരു പേടയില്ലേ, അത് തന്നു. അപ്പോൾ ഞാനത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് പല്ല് ഡോക്ടറെ അടുത്തേക്കല്ലേ പോണേ. ഇത്തിരി വെള്ളം കുടിക്കട്ടെ ചോദിച്ചപ്പോൾ അച്ചമ്മ വെള്ളം കൊണ്ടുവരുമ്പോൾ കണ്ണൻ അത് മേടിച്ച് കൊണ്ടുവരിക കേട്ടോ. എനിക്ക് കൊടുന്നു തരികയാണ് അവൻ. വെള്ളം വലിയുമ്പോൾ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് തുള്ളി 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 അവൻ വരുന്നുണ്ട് കേട്ടോ. ഞാൻ വെള്ളമൊക്കെ കുടിച്ച് വായൊക്കെ ഒന്ന് സെറ്റാക്കിയപ്പോൾ കണ്ണൻ ഇങ്ങനെ മോള് ചിരിക്കണത് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് ചിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുടിച്ചപ്പോൾ അവന് വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കൊടുത്തു. അപ്പോൾ ഞാൻ വേഗം തന്നെ അവിടെ മുകളിൽ കയറി പോയി ബസ്സിന് പോകാമല്ലോ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഓട്ടോയാണ് കേട്ടോ കിട്ടിയത്. ഞാൻ ഒറ്റയ്ക്കുള്ള കുഞ്ഞുമോൾ വന്നില്ല. അപ്പോൾ ഞാൻ ഓട്ടോയിൽ പോകുമ്പോൾ ഒരു കാര്യം കണ്ടു കേട്ടോ. അപ്പോൾ എനിക്കത് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ പറ്റിയില്ല. ഞാൻ ഓട്ടോയിലെ പോയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഓട്ടോ ഓടിച്ചെന്ന ഡ്രൈവർ കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി നിർത്തിയിട്ടോ. അയാൾ വേഗം ഇറങ്ങി പോണ കണ്ടു. ഞാൻ നോക്കിയപ്പോഴേ ചേട്ടൻ ആൾക്ക് കാലിന് സ്വാധീനമില്ല. അതിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ നിരങ്ങി റോട്ടിൽ കൂടെ വരും കേട്ടോ. അയാൾക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഓട്ടോ ഡ്രൈവർ വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി പൈസ കൊടുത്ത് വന്നു. ഇന്ന് പതിവില്ലാണ്ട് നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ അയാൾ പൊരി വെയിലത്താണ് ഇങ്ങനെ വണ്ടിയും ഇങ്ങനെ നിരങ്ങി വരുന്നത്. അപ്പോൾ ഭയങ്കര സങ്കടമായിട്ട്. അപ്പോൾ ഞാൻ ഡോക്ടറെ അവിടേക്ക് എത്തിയതാ. ശബരിമല സ്റ്റെപ്പ് പോലെയാണ് ഡോക്ടറെ അവിടുത്തെ സ്റ്റെപ്പ്. അവിടെ ചെന്നപ്പോൾ നിറയെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം തന്നെ ഇവരെയൊക്കെ കഴിഞ്ഞ് ഞാൻ ഉള്ളിലേക്ക് കയറിയിട്ടാണ്. പല്ലിന് ഇതുവരെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഓട്ടടയ്ക്കാനാണ് ഞാൻ ഇന്ന് പോയത്. അപ്പോൾ ഇത് വേഗം തന്നെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു കറുമുറുകൾ തിന്നരുത് എന്ന് പറഞ്ഞു. പിന്നെ ആ ഭാഗത്ത് കടിക്കരുത് എന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും കട്ടിയുള്ള സാധനമിട്ട് കടിക്കരുത് പറഞ്ഞു. ഞാൻ വേഗം തന്നെ പോകുന്നു. പിന്നെ 2 നേരം പല്ല് വെച്ചോളൂ എന്ന് പറഞ്ഞു കേട്ടോ. വിചാരിച്ചു 2 നേരമല്ല 3 നേരം തേക്കാമെന്ന്. എനിക്ക് കുറച്ച് പല്ല് തേപ്പ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഇറച്ചി കൂട്ടിയാലും മീൻ കൂട്ടിയാലും അപ്പം പല്ല് തേക്കണം, കാലത്ത് തേക്കണം, ഉച്ചയ്ക്ക് തേക്കണം, വൈകുന്നേരം തേക്കണം. അപ്പം അതിൻ്റെ ഇനാമലൊക്കെ പോയിട്ടോ. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയുണ്ട് വന്നത്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു 3 മണിക്കൂർ ഒന്നും കഴിക്കരുത് പറഞ്ഞു. അപ്പോൾ ഒരു ജ്യൂസ് മേടിച്ച് ഞാൻ കുടിച്ചു. അപ്പോൾ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലെ ആരും ഇങ്ങനെ അപകടങ്ങളൊന്നും ഉണ്ടാക്കി തീർക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.